കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് 2009 ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് കേരളത്തിലെ CRPC 357 പ്രകാരം ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഗവൺമെൻറ്. അത് ലീഗൽ സർവീസസ് ഉണ്ട്, നമുക്കറിയാം, സ്റ്റേറ്റ് ലീഗൽ സർവീസസ് ഉണ്ട്, അവർ മുഖേന അത് കൊടുക്കണം. ഏതായാലും അപ്രകാരം കൊടുക്കാൻ പല കേസിനകത്തും വിധിയായെങ്കിലും ആ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. 2022 മുതൽ 47 കോടി രൂപയോളം ഇതുപോലെയുള്ള കോമ്പൻസേഷൻ അർഹതയുള്ളവർക്ക് കൊടുക്കാവുന്ന വിധിയായെങ്കിലും കൊടുക്കാതെ ഗവൺമെൻറ് വെച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ പല കേസുകളിനകത്ത് നമുക്കറിയാം കോമ്പൻസേഷൻ അവാർഡ് ചെയ്യും, പക്ഷെ പണം പലർക്കും ലഭിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കേസ് എടുത്താലും ശരി കോമ്പൻസേഷൻ കൊടുക്കുകയേ പറ്റുള്ളൂ. കള്ളക്കേസാണെന്ന് തെളിയിക്കണം. 358 CRPC പ്രകാരം അതിൻ്റെ കറസ്പോണ്ടിങ് BNS ഉണ്ട്. BNS 396. അങ്ങനെ ആ നിയമപ്രകാരം കോമ്പൻസേഷൻ കൊടുക്കണം. ഒരാളെ കുത്തിക്കൊല്ലുമ്പോൾ നമുക്കറിയാം ജഡ്ജി അവർക്ക് കോമ്പൻസേഷൻ ചിലപ്പോൾ അയാളുടെ ഭാര്യയെ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ കോമ്പൻസേഷൻ കൊടുക്കാൻ വിധിയാവും. അങ്ങനെ കൊടുക്കാനുള്ള തുക 2022 മുതൽ ഏകദേശം 47 കോടി രൂപ കൊടുക്കാനുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൂടാതെ ആ കേസ് നടത്തിയതിൻ്റെ മീഡിയേറ്റർക്കും 10 കോടി രൂപ കൊടുക്കാനുണ്ട്. 47 10 57 കോടി രൂപ 2022 മുതൽ കൊടുക്കാതെ പല സന്ദർഭത്തിലും ഹൈക്കോടതി അത് കൊടുക്കണം പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തെങ്കിലും ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത 23. എന്തുകൊണ്ട് ഇത്രയും നാളും കൊടുത്തിട്ടില്ല? പല കേസിലും നമുക്കറിയാമല്ലോ, കോടതി കേസ് വിധിക്കുമ്പം ജീവപര്യന്തം തടവ്, ചിലപ്പോൾ തൂക്കാനും വിധിക്കും. പക്ഷേ അതിനകത്ത് വിക്ടീമിന് പണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് പണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് പലപ്പോഴും കൊടുക്കാറില്ല, കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകൾ കൊടുക്കാൻ വിധിച്ച കേസുകളിലാണ് 2022 മുതൽ 47 കോടി രൂപ, 10 കോടി രൂപ മീഡിയേറ്റേഴ്സിന് ചേർത്ത് 57 കോടി രൂപ കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ധനകാര്യ സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. 357A CRPC പ്രകാരം ക്രിമിനൽ നടപടിക്രമത്തിലെ BNSൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ. 2009 മാൻഡേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഉത്തരവും വരികയും ചെയ്തു. അതുകൊണ്ട് എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് ലെവലായാലും സ്റ്റേറ്റ് ലെവലും ഈ പണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ക്ലെയിം ചെയ്യണം. അതിനകത്ത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. 350 പ്രകാരം ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് അല്ലെങ്കിൽ പോലീസ് നേരിട്ട് എടുക്കാത്ത കുറ്റത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അതും അവാർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 359 CRPC പ്രകാരം. 357A പ്രകാരം വിക്ടീമിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ലീഗൽ അതോറിറ്റിയെ കൊടുക്കാനായിട്ട് ഉള്ള ഉത്തരവുകൾ ഗവൺമെൻറ് ലെവലിലും സുപ്രീം കോടതി ലെവലിലും ഹൈക്കോടതി ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും നടപ്പാക്കുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇത് നമ്മുടെ റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്താനായിട്ട് തയ്യാറായിരിക്കുന്നത്. സൗമൻ സെൻ ചീഫ് ജസ്റ്റിസും അതുപോലെ VM ശ്യാംകുമാറും ജസ്റ്റിസിൻ്റെ ഉത്തരവാണിത്. അതുകൊണ്ട് ഇക്കാര്യം എല്ലാവരും ആലോചിച്ചോണം. പല വീടുകളിൽ നമുക്കറിയാം മർഡർ, കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ വെട്ടും കുത്തുകൊണ്ട് പരിക്കേക്കുന്നു. അവർക്കെന്നൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള വകുപ്പും ഈ CRPC ക്രിമിനൽ നടപടിക്രമത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നടപ്പാക്കുന്നത് അത് വിധിക്കുന്ന കോടതിയാണ്. ആ പണം കിട്ടാത്ത ധാരാളം പേരുണ്ട്. അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ലീഗൽ സർവീസ് അതോറിറ്റി. പക്ഷെ അവർക്ക് പണം എത്താത്തത് കൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള VM ശ്യാംകുമാറും ഒരു സുപ്രധാനമായ വിധി നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരാകണം. കോമ്പൻസേഷൻ പലർക്കും കിട്ടും എന്ന് മനസ്സിലാക്കിക്കോണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം പലരുടെയും പേരിൽ കള്ളക്കേസെടുക്കുകയും രാഷ്ട്രീയപരമായിട്ടൊക്കെ പലരുടെയും പേരിൽ കള്ളക്കേസെടുത്ത് റീമാൻഡ് ചെയ്യും. അവസാനം ആ കേസ് വിട്ടുകയും തെളിവിൻ്റെ അഭാവത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഒരു കുറ്റമേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. നിയമപരമായി ഇപ്പം ആൾക്കാർ മുന്നോട്ട് പോയാൽ
നിങ്ങൾ പേഴ്സണലായിട്ട് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെൻറ് പൈസ കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ, ഒരു മർഡർ കേസിനകത്ത് ഒരു 3-4 പേരെ റിമാൻഡ് ചെയ്തു, അവസാനം അതിനെ കൺവിക്റ്റ് ചെയ്തു. പിന്നീട് അവരെല്ലാ പ്രതികൾ വേറെ ചിലരാണ് പ്രതികളെന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ വെറുതെ വിട്ടപ്പം കോമ്പൻസേഷന് ഹൈക്കോടതിയിൽ അവർ പോയി. കോടതി ആ കോമ്പൻസേഷൻ അനുവദിച്ച് കൊടുക്കാനായിട്ട് വന്നു. ഗവൺമെൻറ്റിന് ഡയറക്ഷൻ വന്നു. ഗവൺമെൻറ് പക്ഷേ വേറൊരു കാര്യം ചെയ്തു. അത് ഗവൺമെൻറ്റിൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് തെറ്റായിട്ട് കുറ്റച്ചാർജ് കൊടുത്തത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് അവരുടെ ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ പിടിച്ചു കൊടുക്കണമെന്നൊരു ഉത്തരവും വന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇത് ശ്രദ്ധിക്കണം. നിയമത്തിന് അപ്പുറത്തോട്ട് രാഷ്ട്രീയപരമായി നിങ്ങളുടെ ചിന്ത പോയാൽ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങിക്കുന്നതല്ല, നിങ്ങളുടെ കുടുംബം വിറ്റും കോമ്പൻസേഷൻ ചിലപ്പം കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് വേണം. ഏതായാലും സുപ്രധാനമായ ഒരു നീക്കമാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശ്യാംകുമാറും നടത്തിയത്. ഗവൺമെൻറ്റിലെ ഒരു ഡയറക്ഷൻ പോയിരിക്കുന്നു. കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പണം 57 കോടി രൂപ ട്രഷറി മുഖേന കൊടുക്കാൻ ഞങ്ങൾ ഉത്തരവിടും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. എന്തായാലും നല്ല കാര്യം. ഇതുപോലെയുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള അധോഗതിയിൽ പോയ അല്ലെങ്കിൽ അശരണായ ആ കുട്ടികൾ അല്ലെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് കോമ്പൻസേഷൻ ന്യായമായി ലഭിക്കും. അതിനുള്ള വഴി തുറന്നിട്ടുണ്ട് എന്നിവിടെ മനസ്സിലാക്കിക്കൊള്ളണം.